പറഞ്ഞാൽ ഇവിടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ആര് അനുമതി കൊടുത്താലും ശരി, ഫിറ്റ്നസ് കൊടുത്തതിന് ശേഷം മാത്രമേ പുതിയ ബിൽഡിംഗ് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? കഴിഞ്ഞ ദിവസം തേവലക്കരയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നമുണ്ടായപ്പോ മിഥുൻ എന്ന കുട്ടി മരിച്ചപ്പോ ആലപ്പുഴ ചേർത്തലയിലെ 2 സ്കൂൾ കെട്ടിടങ്ങളെ ഉദ്ഘാടനം മാറ്റിവെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മിണ്ടല്ലേ, സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് സമാധാനപരമായി സ്കൂളിൽ നിന്ന് വിടണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം സ്കൂൾ തുറക്കാവൂ എന്ന് പ്രിൻസിപ്പലിനെ കാണാൻ വന്നപ്പോ ബിജെപിയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് അളിയനാണ് ഇവിടുത്തെ HM എന്ന് പറയുന്നവൻ. അവൻ ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി CPM-കാരെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളെ തല്ലിക്കാൻ ശ്രമിക്കുന്നു. സമാധാനപരമായി ഇവിടെ സമരം ചെയ്യുമ്പോ CPM-കാർ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചതാണ്. മാധ്യമപ്രവർത്തകർ അത് സാക്ഷിയാണ്. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, അവരുടെ തലയ്ക്ക് കസേര എടുത്തെറിഞ്ഞു, പ്രിയപ്പെട്ട ഡാനിയുടെ തലയടിച്ചു പൊട്ടിച്ചു. പോലീസുകാരോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആലപ്പുഴയിലെ സമരങ്ങൾ രക്തരൂക്ഷിതമായ അനേകം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ഏതെങ്കിലും CPM-കാരനെ DYFI-കാരനെ പോലീസുകാരനെ പേടിച്ച് ഇവിടെ നിന്ന് മുട്ടുമടക്കി പോകാൻ ഞങ്ങൾ DYFI-കാരല്ല. ഈ പ്രിൻസിപ്പലിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുന്ന ആ നിമിഷം വരെ ഈ സ്കൂളിൽ തുടർ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂള് ഇന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഈ കളക്ടർ അടക്കം പറഞ്ഞെങ്കിലും ശരി, ഇവിടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. AEO വന്ന് ഇവിടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇത് പൂർത്തിയാക്കിയിട്ടില്ല.